രേണുസുതി ഇന്നലെ ലാലേട്ടൻ പറഞ്ഞതിന് ശേഷവും വീണ്ടും ഒരു നാടകം കളിച്ചോ? ആ കാര്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വളരെ ചുരുക്കി നമുക്ക് ആ കാര്യത്തിലേക്ക് പോകാം. ഇന്നലെ രേണുസുതി എവിക്ഷൻ പ്രക്രിയ നേരിട്ട സമയത്ത് സോഷ്യൽ മീഡിയയിലൂടെ രേണുസുതിയുടെ ഒരു കസിൻ ഔട്ട് ചെയ്ത ഒരു വീഡിയോ, വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ലാലേട്ടൻ പ്ലേ ചെയ്യുകയും രേണുസുതി ആ സമ്മതിക്കുകയും ഒരു വീഡിയോ മാത്രമേ ചെയ്തിട്ടുള്ളൂ, കൂടുതൽ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള ലാലേട്ടൻ്റെ ചോദ്യത്തിന് ഇല്ല എന്ന് രേണുസുതി മറുപടി പറയുകയും ചെയ്തു. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് രേണുസുതി ഒരു ക്ഷമാപണം നടത്തുന്നത് കണ്ടു. എൻ്റെ കസിനാണിത് ചെയ്തത്, നീ ഇനി ദയവ് ചെയ്ത് ചെയ്യരുത്, അത് വലിയ പ്രശ്നമാണ്, അതുകൊണ്ട് അപേക്ഷിക്കുകയാണ്, അതൊക്കെ പറഞ്ഞ് തെറ്റിന് ഒരു ക്ഷമാപണവും പറഞ്ഞ് കുറച്ച് ഏത്തമിടുന്ന രേണുവിനെ കാണുന്നുണ്ട്. അതുവഴി നമ്മുടെ അനുമോൾ വരുന്നുണ്ട്. അനുമോൾ ഇതൊന്നും മൈൻഡ് ചെയ്യാണ്ട് അനുമോൾ പോവുകയും ചെയ്യുന്നുണ്ട്. രേണുസുതി മാപ്പപേക്ഷയും ക്ഷമാപണവും അതേപോലെ തന്നെ ഏത്തമിടലൊക്കെ തുടരുന്നുണ്ട്. ഇതൊരു നാടകമാണോ? അങ്ങനെ നാടകം കളിക്കാനാണെങ്കിൽ രേണുസുതിയെ വീണ്ടും ലാലേട്ടൻ ഒന്നുകൂടെ എടുത്തിട്ട് കുടയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം നാടകം കളിച്ച് വോട്ട് നേടേണ്ട ഒരു സീസൺ അല്ല ഇതെന്നൊക്കെ ലാലേട്ടൻ വ്യക്തമായിട്ട് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. രേണുസുതിയുടെ അടുത്ത് ഇനിയും ഇത് ആവർത്തിച്ചാൽ തുടർ നടപടികൾ ഉണ്ടാകും. അത് രേണുസുതിൻ്റെ ഇപ്പോൾ ഉണ്ടാക്കിയെടുത്ത കുറച്ച് ഇമേജ് ഉണ്ട്, ആ ഇമേജിന് കോട്ടം സംഭവിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നന്നായിട്ട് ഗെയിം കളിച്ച് ഇത്തരം കാര്യങ്ങളിലൊന്നും ഏർപ്പെടാതെ ഒരു കരച്ചിൽ പീഴ്ചൽ നാടകത്തിലേക്കൊന്നും പോവാതെ അതേപോലെ തന്നെ സുധിയുടെ പേരൊന്നും വലിച്ചേക്കാതെ മെല്ലനെ അങ്ങ് ഒരു സൈഡിൽ കൂടെ പോയാൽ രേണുസുതിക്ക് അത്യാവശ്യം എപ്പിസോഡിൽ നിൽക്കാം. നല്ല പ്രകടനം കാഴ്ചവെച്ചാൽ ഒരു വിന്നർ സ്ഥാനത്തേക്കും വരാൻ രേണുസുതിന് പറ്റും. ആ കാര്യത്തിലും ഒരു സംശയമില്ല. അതുകൊണ്ട് 8ൻ്റെ പണിന് രേണുസുതി വാങ്ങിക്കാതെ ഇത്തരം നാടകങ്ങളൊന്നും കളിക്കാതെ മുന്നോട്ട് പോകാൻ രേണുസുതിക്ക് പറ്റട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക.